സിംഗപ്പൂരിലെ ഒരു തൂപ്പുകാരനെയാണ് നിങ്ങളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കക്ഷി അവിടെ വന്ന് ഒരു സിഗ്നലിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്നലിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ കക്ഷിക്ക് തൂക്കാൻ പറ്റുന്നില്ല. അതായത് കണ്ടില്ലേ, ആ ലോറിയുടെ ഫ്രണ്ടിൽ ഒരു വലിയ റൗണ്ടിൽ ഒരു വലിയ ചൂല് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ലോറിയുടെ സൈഡിലും ഒരു ചൂലുണ്ട്. കക്ഷി ഇപ്പോൾ സിഗ്നൽ വീണാൽ ഉടൻ തന്നെ തൂപ്പ് തുടങ്ങും. നിങ്ങൾക്ക് കാണാം, സിഗ്നൽ വീണു, ചൂല് നേരെ താഴേക്ക് വന്നു. ആ ചൂല് കറങ്ങുന്നതിനോടൊപ്പം തന്നെ ആ റോഡിലുള്ള പൊടികൾ, കരിയിലകൾ, അഴുക്കുകൾ അങ്ങനെ എല്ലാം ആ ടാങ്കിനുള്ളിലേക്ക് അങ്ങ് പിടിച്ചെടുക്കും. ഇനി അതിൻ്റെ പുറകിലൊരു ആരോ കണ്ടോ, അതിൻ്റെ ഇടതുവശത്തും വലതുവശത്തും മുമ്പിലുമായിട്ടാണ് ഈ വണ്ടിയുടെ ചൂലുള്ളത്. റോഡിൻ്റെ ഇടതുവശം തൂക്കുന്ന സമയത്ത് ആ ആരോ വണ്ടികളോട് വലതുവശത്തേക്ക് തിരിഞ്ഞു പോകാനുള്ള സിഗ്നൽ കൊടുക്കും. അതോടൊപ്പം തന്നെ റോഡിൻ്റെ വലതുവശമാണ് തൂക്കുന്നതെങ്കിൽ ആ ആരോ നേരെ തിരിഞ്ഞിട്ട് വാഹനങ്ങൾ ഇടതുവശത്തൂടെ കടന്നു പോകാനുള്ള സിഗ്നൽ കൊടുക്കും. ഇങ്ങനെ ഒരു ദിവസം 100 കണക്കിന് കിലോമീറ്ററാണ് ഇവൻ തൂത്ത് തീർക്കുന്നത് സിംഗപ്പൂരിലും. ഇനി നിങ്ങൾക്ക് റോഡിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള വണ്ടികൾ ഇതുപോലെ കാണാൻ ഇത് കണ്ടില്ലേ. അപ്പം ഇവനാണ് സിംഗപ്പൂരിലെ തൂപ്പുകാരൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ആ ബ്രഷൊക്കെ വളരെ നല്ല സ്ട്രോങ് ബ്രഷാണ്. അതോടൊപ്പം തന്നെ അതിലൊരു സക്ഷനും കൂടെ ഉണ്ട്. ആ സക്ഷനാണ് ആ റോഡിലെ പൊടിയും അഴുക്കും ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, കരിയിലകളും എല്ലാം ഈ വണ്ടിക്കുള്ളിലേക്ക് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് സിംഗപ്പൂരിലെ തൂപ്പുകാരൻ? അപ്പോൾ തൂപ്പുകാരനെ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.